ഹലോ ഗൈസ്, നിങ്ങൾ ഈഗോ എന്നതിനെ കുറിച്ച് കേൾക്കുന്നു അല്ലെ? ഞാൻ എന്ന ഭാവം എന്നെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ വലിയവനാണ്, ഞാൻ ഇതൊക്കെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എന്നെക്കുറിച്ച് എനിക്ക് നല്ല മതിപ്പാണ്, എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്, എനിക്ക് ആരും വേണ്ട എന്ന ചിന്താഗതിയുള്ളവരെ കുറിച്ച് നിങ്ങൾ കണ്ടെത്തണം. അല്ലെങ്കിൽ അങ്ങനത്തുള്ള ചിന്താഗതി ഉള്ളവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങളെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തെന്നായിരിക്കും നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്? വേറെയൊന്നുമില്ല, ഈ ഈഗോ അല്ലെങ്കിൽ ഞാൻ എന്ന ചിന്ത ഒരു വിഷപ്പാമ്പ് വിഷം ചീന്തി ഇത് നമ്മുടെ ദേഹത്തിൽ കടന്ന എന്തായിരിക്കും സ്ഥിതി, അതുപോലെയാണ് ഈഗോ കടന്ന ഒരു മനുഷ്യൻ്റെ സ്ഥിതി. ഒരു ഈഗോ ഉള്ള ഒരാളെ സംബന്ധിച്ച് ഒരാൾ തെറ്റ് പറഞ്ഞു കൊടുത്താൽ എനിക്ക് തെറ്റ് പറഞ്ഞു തരണ്ട, എനിക്കറിയാം എൻ്റെ കാര്യം നോക്കാൻ, നീ പറഞ്ഞു തരണ്ട. ഒരു സ്നേഹിതൻ എളിമ പറഞ്ഞു കൊടുത്താൽ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നീ നിൻ്റെ കാര്യം നോക്കി പോയാൽ മതി എന്ന് പറയും. പക്ഷെ മലയാളത്തിൽ പറഞ്ഞാൽ തെറ്റ് തിരുത്താനും തയ്യാറല്ല, സ്നേഹിതന്മാരെ അടുപ്പിക്കാനും തയ്യാറല്ല. അവസാനം സ്നേഹിതന്മാരൊക്കെ അവരവരുടെ പാട്ടിന് പോകും. അവസാനം ഈ വൃക്ഷത്തിൻ്റെ വേരുകൾ ഇല്ലാതാവുന്ന അവസ്ഥ ഉണ്ടല്ലോ. വേരുകൾ എന്ന് പറയുന്നത് ഈ ബന്ധങ്ങളാണ്. നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബലം ഉണ്ടാകൂ. അവസാന കാലത്ത് ഈ പണമുള്ളപ്പോൾ അഹങ്കരിക്കും, പണം ഇല്ലാതാവുന്ന ഒരു സമയമുണ്ട്. അപ്പോഴായിരിക്കും ഈ ബന്ധങ്ങളുടെ വില ഈ ആൾക്കാർ മനസ്സിലാക്കുന്നത്. ഈ ഈഗോ ഉള്ളവർ ഈ അനാഥാനാവുമ്പോൾ ഈ പണത്തെ ആഗ്രഹിച്ച് വന്നവരൊക്കെ മാറിപ്പോവും, സ്നേഹിക്കാൻ ആരും ഇല്ലാതാവുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ മനസ്സിലാവും ഈഗോ കാരണം അയാൾ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ എത്രമാത്രം വലുതാണെന്ന് അപ്പോൾ അയാൾ മനസ്സിലാവും. കാരണം ആ സമയം ഒരു അനാഥൻ എങ്ങനെയാണോ ഈ ഭൂമി ജീവിക്കുന്നത് അതേപോലെയായിരിക്കും അയാളുടെ ജീവിതം. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയാണ് ഈഗോ പിടിച്ച അയാളുടെ അവസാന കാലഘട്ടം. സ്നേഹിക്കാൻ ആരുമില്ല, തന്നെ മനസ്സിലാക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയായിരിക്കും അവസാന കാലഘട്ടത്തിൽ അയാൾക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഈഗോ ഉള്ളവരുടെ അവസ്ഥ അവസാനം വരുന്നത്